وإذ قال إبراهيم رب اجعل هذا البلد آمنا ആദ്യമായി ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്, റബ്ബേ ഈ കഅബ ഈ ഹിജാസിന്റെ മണ്ണ് നിർഭയത്വമുള്ള നാടാക്കണേ അല്ലാഹ്. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹ പൂജകരാക്കരുത് റബ്ബേ. എന്നെയും എൻ്റെ സന്താനങ്ങളെയും ശിർക്കിന്റെ വക്താക്കളാക്കല്ല റബ്ബേ, നിരീശ്വരവാദികളാക്കല്ല റബ്ബേ. റബ്ബേ നിന്നെ മാത്രം ആരാധിക്കുന്നവരാക്കണേ അല്ലാഹ്. ഈ നിരീശ്വരവാദികൾ മുസ്ലിം സമൂഹത്തെ, ഈ മുസൽമാന്റെ മക്കളെ കാർന്നു തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്കാലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മക്കളുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി മാതാപിതാക്കൾ ദുആ ചെയ്യണം, റബ്ബേ വജ്നുബ്നി, എന്നെ നീ അകറ്റണേ അല്ലാഹ്, വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്റെ സന്താന പരമ്പരകളെ വിഗ്രഹ പൂജകരാക്കല്ലേ അല്ലാഹ്, ശിർക്ക് വെക്കുന്നവരാക്കല്ലേ അല്ലാഹ്. കാണുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് കാണുന്ന ആണിന്റെ പുറകിൽ എന്റെ പെൺമക്കള് പോയിട്ട് ക്ഷേത്ര നടയിൽ വെച്ചിട്ട് നിക്കാഹ് ചെയ്യേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. പാർട്ടി ഓഫീസിന്റെ അകത്തളത്തിൽ പോയി നിക്കാഹ് ചെയ്യേണ്ട ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. എന്റെ കൈകൾ കൊണ്ട് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവേ എന്റെ മകളെ ഞാൻ ഇതാ അയക്കുകയാണ് അല്ലാഹ്. ആ പരിശുദ്ധമായ കലിമ പറഞ്ഞു കൊടുത്തുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന യുവാവിന്റെ കൈകളിലേക്ക് എന്റെ പെൺമക്കളെ ചേർത്ത് കൊടുക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഏത് പിതാവ് ദുആ ചെയ്യും? ചെയ്യോ? വിഗ്രഹ പൂജകരാക്കല്ലേ അല്ലാഹ്, ശിർക്കിന്റെ വക്താക്കളാക്കല്ലേ അല്ലാഹ്. ശിർക്ക് അകത്തുണ്ട് പുറത്തുണ്ട്. അകത്ത് നോക്കുമ്പോൾ നിസ്കാരമുണ്ട്, എന്നാൽ ഖൽബിന്റെ അകത്ത് ശിർക്കാണ്, മുഴുവനും ശിർക്കാണ്, മുഴുവനും ശിർക്കാണ്. അസൂയ, അഹങ്കാരം, റിയാ, ലോകമാന്യത നമ്പർ 1 ശിർക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. നിസ്കാരമുള്ളവനാണ്, ജുബ്ബയുള്ളവനാണ്, കമീസുള്ളവനാണ്, വെള്ള തലപ്പാവുള്ളവനാണ്, പക്ഷെ ഖൽബിന്റെ അകത്തും ശിർക്ക് അടങ്ങിയിട്ടുണ്ട്. 2 ശിർക്കിനെ തൊട്ടും അകറ്റണേ റബ്ബേ. ദുആ ചെയ്തിട്ടുണ്ടോ? പറ. ഞാൻ ദുആ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഞാനാ പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങൾ ഈ ദുആ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഖബറിന്റെ മുകളിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ, കണ്ണുനീരിൽ ചാലിച്ച ആ പിടിമണ്ണ് നിന്റെ എന്റെ മുകളിൽ, നിങ്ങളുടെ മുകളിൽ 3 പിടി മണ്ണിടാൻ ഈ ശിർക്കിന്റെ മക്കൾ ഉണ്ടാകൂല. അതുകൊണ്ട് തഹജ്ജുദ് ദുആ ചെയ്യണം, റബ്ബേ എന്നെ എന്റെ മക്കളെയും ശിർക്കിൽ നിന്ന് അകറ്റണം, വിഗ്രഹ പൂജകരിൽ നിന്ന് അകറ്റണം, പൈശാചിക ശിർക്കിൽ നിന്ന് അകറ്റണം എന്ന് ഇബ്രാഹിം നബി അല്ലാഹുവോട് ദുആ ചെയ്ത. ലോക്കൽ തൊളിക്കോട് പള്ളിയിലെ ഏതെങ്കിലും മുസ്ലിയാരോ ഇമാമോ അല്ല ദുആ ചെയ്തത്. അള്ളാന്റെ പ്രിയപ്പെട്ട ഒരു അടിമയുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, എന്റെ മക്കളെയും എന്നെയും ഈ വിഗ്രഹ പൂജയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നിരീശ്വരവാദികൾ എങ്ങനെ എക്സ് മുസ്ലിം ആക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയാം, എത്ര ഈമാനുള്ളവരാണ് നിങ്ങളെങ്കിലും ഞാനെങ്കിലും അവരുടെ വീഡിയോ ക്ലിപ്പുകളോ വോയിസുകളോ നിങ്ങൾ നിരന്തരം കേട്ടാലോ അല്ലാഹി സത്യം നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അമ്മാതിരി സംശയങ്ങൾ ഉളവാക്കുന്ന ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇട്ടുവരും. നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഇതാണല്ലോ ശരി എന്ന് നിങ്ങൾ ധരിക്കും. മുർത്തതായി കേൾക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര എഫക്റ്റായി നല്ല ഇൽമായിരിക്കണം എന്താണ് ഇവർ പറയുന്നത്, അത്ര നമുക്ക് ആ ബോധം ഇല്ല. കാര്യം പിശാച് ആഗ്രഹിക്കുന്നത് നമ്മളെ ഈ തൗഹീദിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്കാലിട്ട് തരും, ഒരു സംശയം, അത് വ്രണമായി ബാധിച്ച് വലിയ രോഗമായി മാറും. ഇന്ന് ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് പിതാവ് എന്ന നിലയ്ക്ക് നിരന്തരമായി നിങ്ങളുടെ ദുആ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് വേണമെങ്കിൽ ദുആ ചെയ്ത് നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടാനുള്ള ദുആയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്. അല്ലാഹ് തൗഫീഖ് തരട്ടെ. ഈ വിഗ്രഹം ജനങ്ങളെ ഒരുപാട് പേരെ വഴിപിഴപ്പിച്ചു. ഈ വിഗ്രഹാരാധന, ശിർക്ക്, ഒരുപാട് പേര് ഈ പിശാചിന്റെ അടിസ്ഥാന തത്വം തന്നെ അള്ളാനെ ആരാധിക്കാനുള്ള എന്തൊക്കെ വഴിയുണ്ടോ അതൊക്കെ അവൻ ചെയ്യുന്നുള്ളതാണ്. ചിലപ്പോൾ നന്മയായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരും, പക്ഷെ അത് യഥാർത്ഥ വഴികേടിലേക്ക് അള്ളാഹു നയിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.